السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنه يسروا ولا تعسروا متفق عليه. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂആയി നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിലെ 4 ഭാഗങ്ങളിൽ 4ാമത്തെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, ഞെരുക്കമുണ്ടാക്കരുത്. അതിൽ 4ാമത്തെ ഭാഗമാണ് വലാ തുഅസ്സിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. മറ്റുള്ളവർക്ക് സൗകര്യമുണ്ടാക്കാൻ ആയില്ല എങ്കിൽ പോലും അസൗകര്യം ഉണ്ടാക്കരുത് എന്നർത്ഥം. സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ആളാണ് ഓരോ സത്യവിശ്വാസിയുമായ ആളുകൾ. ഞെരുക്കമുണ്ടാക്കരുത്. എന്തെല്ലാം മേഖലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു പദമാണെങ്കിൽ പോലും വളരെ വിപുലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഏറ്റവും വലിയ ഇബാദത്താണല്ലോ നിസ്കാരം എന്നുള്ളത്. നിസ്കരിക്കാൻ നിൽക്കുന്ന ഇമാമായ ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഇമാമുമാരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നതായി കാണാൻ പറ്റും. പിന്നിൽ നിൽക്കുന്ന വൃദ്ധരും രോഗികളുമായ ആളുകളുണ്ട് എങ്കിൽ, കരയുന്ന കുട്ടികളുണ്ട് എങ്കിൽ സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് പ്രയാസമുണ്ടാക്കരുത്. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യരുത്. ഖുർആൻ പാരായണം ചെയ്യുന്നത് വലിയ കാര്യമാണ്, പക്ഷെ അത് മറ്റൊരാളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. സലാം പറയുന്നത് അതൊരു പ്രാർത്ഥനയാണ്, ദുആയാണ്. അത് ചില ആൾക്കാർ കുംഭവാസന ഇടിവെട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഒരാൾ നിസ്കാരം വരെ തെറ്റിപ്പോവും. അത് പാടില്ല. സലാം പറയൽ വേണം, ആവശ്യമാണ്. അത് അതിൻ്റെതായ ഒരു പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ കടം വാങ്ങിയ വ്യക്തിക്ക് ഒരൽപ്പം ആശ്വാസം നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിഖില മേഖലകളിൽ കൂടി പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന ഒരു കാര്യവും ഞെരുക്കമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അവിടെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ കടിച്ചും വലിച്ചും ചവച്ചും ശബ്ദമുണ്ടാക്കിയും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപ് സൂചിപ്പിച്ചതുപോലെ കോട്ടുവ മനുഷ്യന്റെ ആലസ്യത്തിന്റെ അലസതയുടെ ലക്ഷ്യമാണത്. അതൊക്കെ വരുമ്പോൾ പരമാവധി ഒതുക്കിപ്പിടിച്ച് ശബ്ദമില്ലാത്ത രൂപത്തിൽ ആയിത്തീരണം. ചില ആൾക്കാർ ഈണത്തിലും രാഗത്തിലൊക്കെ കോട്ടുവായിടുന്ന് കേട്ടുകഴിഞ്ഞാൽ പ്രയാസം തോന്നും. അതുപോലെ തന്നെ തുമ്മൽ, ഏമ്പക്കം മറ്റൊന്നാണ്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ദഹന പ്രക്രിയയിൽ കടന്ന് ദഹിക്കാതെയാകുമ്പോൾ ഉണ്ടാകുന്ന അജീർണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ അസ്വാഭാവികമായിട്ടുള്ള ദുർഗന്ധം വമിച്ചുള്ള പുറത്തേക്കുള്ള ബഹിർഗമനം, അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത്. ചുമ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതൊരു കൺട്രോളും ഇല്ലാതെ 10ഉം 15ഉം പേരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിലാണ് ചുമച്ചാൽ അതൊരു അസുഖമാണെങ്കിൽ, പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജലദോഷം, പനി, ഇതൊക്കെ മറ്റുള്ളവർക്കുണ്ടാകും. ഇത്തരം നിഖിലമായ വിപുലമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ ഒക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തുഅസ്സിറു, നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. ഒരു മുസ്ലിം തന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റുള്ള ഒരാൾക്ക് ഉപദ്രവമുണ്ടാകാതെ സുരക്ഷിതനായി എന്നുള്ളത്, മറ്റുള്ളവർ ഈ മുസ്ലിമിന്റെ ഒരു പ്രവർത്തനത്തിൽ നിന്നും പ്രയാസങ്ങൾ നേരിടാത്ത സുരക്ഷിതത്വമുള്ളവരാണ് എന്ന് ഒരാൾ തികഞ്ഞ ഒരു മേഖലയിലേക്ക് എത്തുമ്പോഴാണ് അയാൾ മുസ്ലിമായി തീരുന്നത്. ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ഞെരുക്കമുണ്ടാകാൻ പാടില്ല. ഒറ്റ കുഞ്ഞു വാക്കിലാണ് റസൂൽ അത് പറഞ്ഞ് അവസാനിച്ചു. വലാ തുഅസ്സിറു, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് ദോഷവും ശല്യവും ആകാതെ ജീവിക്കുവാനുള്ള തൗഫീഖ്
നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ഏതെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അതൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവശതകളിൽ നിന്ന് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. കടബാധ്യതയിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.